പുല്ലൂരിലെ പ്രശസ്തമായ ജീവകാരുണ്യ കൂട്ടായ്മ അത്താണി ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ 8ാം വാർഷികാഘോഷവും അതിനോടനുബന്ധിച്ച് ഉള്ള പരിപാടികളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2017 മാർച്ച് മാസത്തിൽ ആണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. പുല്ലൂർ സ്വദേശിയായ ഒരു സഹോദരൻ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ പെരുന്തല്ലൂർ പ്രദേശത്ത് താമസമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണെന്നും കേട്ടറിഞ്ഞും മനസ്സിലാക്കിയും ഉദാരമതികളും അതുപോലെ വളരെ നല്ല മനസ്സുള്ളവരുമായ ചില വ്യക്തികൾ അവിടെ സന്ദർശനം നടത്തുകയും ആ വീടിൻ്റെയും മറ്റും അവസ്ഥ കണ്ട് ആ പ്രശ്നം, ആ കുടുംബത്തിൻ്റെ പ്രയാസം പരിഹരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അത്താണി അതിൻ്റെ ആദ്യ പ്രവർത്തനം ഒരു വീട് നിർമ്മാണത്തിലൂടെയാണ് ആരംഭിച്ചത്. അൽഹംദുലില്ലാ, ആ വീട് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. തുടർന്ന് നിരന്തരമായി പുല്ലൂർ സ്വദേശികളുടെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും ഒക്കെ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ അത്താണി എന്നും മുന്നിൽ നിന്നിരുന്നു. ഈ വിപുലമായ സദസ്സ് അത്താണിയുടെ ഗുണഭോക്താക്കളുടേതല്ല. അത്താണിയുമായി സഹകരിക്കുന്ന, അത്താണിയെ സഹായിക്കുന്ന സന്മനസ്സുള്ള ആളുകളാണ് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അത്താണിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പൂർണ്ണമായും നമ്മൾ നിർമ്മിച്ച് നൽകിയ വീടുകളുടെ എണ്ണം തന്നെ ഇപ്പോൾ 4 വീടുകൾ കഴിഞ്ഞു. ഇനി 3 വീടുകൾ കൂടി ഏറ്റെടുക്കാൻ പോവുകയാണ്. പൂർണ്ണമായും 3 വീടുകൾ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതിൽ 2 വീടുകൾക്ക് സ്ഥലം ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. സ്ഥലവും സൗജന്യമായിട്ടാണ്, വീടും സൗജന്യമായിട്ടാണ്. 3ാമത്തെ വീട് ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് സ്വന്തമായി സ്ഥലമുണ്ട്, അവിടെ നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. 100ഓളം വീടുകൾക്ക് ഭാഗികമായി നമ്മൾ സഹായം നൽകി. ചികിത്സാ സഹായങ്ങൾ, തൊഴിൽ രംഗത്ത് ഉള്ള സഹായങ്ങൾ, വിദ്യാഭ്യാസ സഹായങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ, ചിലപ്പോൾ ഭക്ഷ്യ കിറ്റുകളായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാം സഹായം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. ഞാനിവിടെ ഇതൊക്കെ പറഞ്ഞത് ഇതിനേക്കാൾ വലിയ ചില അത്താണികളാണ് ഈ വേദിയിലിരിക്കുന്നത് എന്ന് പറയാനാണ്. നമ്മുടെ ഒന്നുമല്ല. ഈ വേദിയിലിരിക്കുന്ന അതിഥികൾ ഇതിനേക്കാൾ മഹത്തരമായ ഒരുപാട് കാര്യം ചെയ്യുന്നവരാണ്. പിന്നെ നമ്മുടെ ഇടതുവശത്തിരിക്കുന്നത് ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സാരഥികൾ താജുദ്ദീൻ സലാഹിയും സലീം തോട്ടുങ്ങലുമാണ്. വളരെ ദൂരെ നിന്ന് അവർ ഇതിൽ പങ്കെടുക്കാൻ വന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കേൾക്കാനും അറിയാനും അതേപോലെ അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനുമാണ്. ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് അനാഥ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. തികച്ചും അനാഥരായ, വളരെ പാവപ്പെട്ട, ഏറ്റവും ദുർബലരായ ആളുകൾക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന, ഇപ്പോൾ ഏകദേശം 1000 കുട്ടികളോളം ആയി അതിൻ്റെ സഹായം പറ്റുന്നവർ. കഴിഞ്ഞ മാസം മുതൽ പുല്ലൂരിലും നമുക്കൊരു ചാപ്റ്റർ ആരംഭിക്കാൻ കഴിയുകയും 30 കുട്ടികളെ, പുല്ലൂർ ചാപ്റ്റർ എന്നാണ് അതിൻ്റെ പേര്,
തലക്കാട്, വളവന്നൂർ, കൽപ്പകഞ്ചേരി, പിന്നെ തിരുനാവായ പഞ്ചായത്തുകളുടെ ഒക്കെ പരിധിയിലുള്ള വീട് വീടാന്തരം കയറി ഇറങ്ങി പരിശോധിച്ച് ഏറ്റവും അർഹതപ്പെട്ടെന്ന് കരുതുന്ന ഒരു 30 കുട്ടികളെ കണ്ടെത്തി നമ്മളും ഇവിടെ ലൈറ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സാരഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ തിരൂരിലെ പുളിക്കൽ എബിലിറ്റി ഫൗണ്ടേഷൻ ചിലർക്കെങ്കിലും പരിചയം ഉണ്ടാവും. കാരണം അത്താണിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ നമ്മൾ അവിടെ ഒരു സന്ദർശനം നടത്തിയതാണ്. സ്ത്രീകൾ ഉൾപ്പെടെ പോയിരുന്നു. പലരും കണ്ടിട്ടുണ്ടാവും. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾ മാത്രമല്ല അല്പം മുതിർന്നവരും അവിടെ ഉണ്ട്. അന്ധരും ബധിരരും മൂകരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് വിവിധ തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്തി കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന, സ്വയം പര്യാപ്തരാക്കുന്ന തികച്ചും മാതൃകാപരമായിട്ടുള്ളൊരു സംരംഭമാണ് എബിലിറ്റി ഫൗണ്ടേഷൻ. കൊണ്ടോട്ടിക്കടുത്ത് പുളിക്കലാണ് അതിൻ്റെ കേന്ദ്രം. അതിൻ്റെ പ്രതിനിധിയായിട്ട് അതിൻ്റെ വൈസ് ചെയർമാൻ പ്രിയങ്കരനായ നമ്മുടെ തിരൂർ സ്വദേശിയാണ് അബ്ദുൽ ലത്തീഫ് സാഹിബ് കായൽ മഠത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കോഴിക്കോട് ഹെൽപ്പിംഗ് ഹാൻഡ്സ്, അതിൻ്റെ പ്രതിനിധി നിയാസ് സാഹിബ് ബാക്കിൽ പുറകുവശത്തുണ്ട്. KB നിയാസ് സാഹിബ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ പ്രതിനിധിയാണ്. നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റും ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ ചിലപ്പോൾ ദീർഘകാലത്തെ ചികിത്സ വേണ്ടി വരും. ഇപ്പോൾ ദിവസേന ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഡയാലിസിസ് നടത്തുക, അങ്ങനെയൊക്കെയുള്ള നിത്യവും ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വരും. എന്നാൽ വളരെ ദൂരദിക്കുകളിൽ കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും വയനാട്ടിൽ നിന്നൊക്കെ വരുന്ന രോഗികളായിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം, ഇഞ്ചക്ഷനും മറ്റും ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ലഭിക്കില്ല. അവർക്ക് പിന്നെ അവിടെ സൗജന്യമായി, ദരിദ്രരായ രോഗികളാണെങ്കിൽ സൗജന്യമായി ഭക്ഷണവും താമസ സൗകര്യവും നൽകുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ പ്രതിനിധിയായിട്ട് KB നിയാസ് സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നേരത്തെ ഡോക്ടർ C മുഹമ്മദ് സാഹിബ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നമുക്കറിയാം IMBയുടെ കോട്ടക്കൽ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡിൻ്റെ പ്രതിനിധിയാണ്. നേരത്തെ ഉദ്ഘാടന സമ്മേളനത്തിലുണ്ടായിരുന്നു. IMBയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സൗജന്യമായി എത്രയോ ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ട് അതിൻ്റെ. അതേപോലെ ശാന്തി ഭവനം, രണ്ടത്താണി ശാന്തി ഭവനത്തിൻ്റെ സെക്രട്ടറി M നാസർ മാസ്റ്ററുണ്ട്. ശാന്തി ഭവനം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സ്ഥാപനമാണ് രണ്ടത്താണിയിലെ ശാന്തി ഭവനം. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള, ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും പിന്നെ പ്രബലമായ ഒരു പാലിയേറ്റീവ് സംവിധാനം നമ്മുടെ പഞ്ചായത്തിലെ തലക്കാട് കെയർ പാലിയേറ്റീവ് ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പ്രതിനിധിയായിട്ട് പ്രിയങ്കരനായ അബുൽ ഫസൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതേപോലെ നമ്മുടെ ആശ്രയം സെക്രട്ടറി കോയസാറുണ്ട്. പിന്നെ കിൻഷിപ്പിൻ്റെ, തിരൂരിലെ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഓട്ടിസം പോലെയുള്ള രോഗങ്ങളൊക്കെ ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്ന കേന്ദ്രമാണ്. അതിൻ്റെ പ്രതിനിധിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പ്രിയങ്കരനായ നാസർ കുറ്റൂർ എത്തിയിട്ടുണ്ട്. അതേപോലെ വാണിയന്നൂരിലെ അഭയം ഡയാലിസിസ് സെൻറ്റർ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ കിഡ്നി രോഗികൾ അവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പിന്നെ ഇതിൻ്റെ ഡയാലിസിസിൻ്റെ ചാർജ് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരുപാട് ജീവകാരുണ്യ സംരംഭങ്ങൾ സൗജന്യമായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാണിയന്നൂരിലെ അഭയം ഡയാലിസിസ് സെൻറ്ററിൻ്റെ വൈസ് ചെയർമാൻ നെടിയോടത്ത് കോയക്കുട്ടി ഹാജി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യം സ്വാഗതം ചെയ്യേണ്ടതായിരുന്നു നമ്മുടെ വയനാട് മുട്ടിലിൽ നിന്നും വന്ന അബൂബക്കർ സാഹിബും ജോസഫ് മാഷും ഇവിടെ ഉണ്ടാകും. കാരണം ഞാൻ ഈ ഓഡിറ്റോറിയത്തിലേക്ക്
കടന്നു വരുമ്പോൾ പിന്നെ എന്നെ കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് അവർ. അതായത് അത്രയും നേരത്തെ ഈ ഓഡിറ്റോറിയത്തിൽ ഏറ്റവും ഇന്നത്തെ പരിപാടിക്ക് ഏറ്റവും ആദ്യം എത്തിച്ചേർന്ന ആളുകളാണ് വയനാട്ടിൽ നിന്ന് വന്ന അബൂബക്കർ മുട്ടിലും ജോസഫ് മാഷും വേറെയും അവരുടെ കൂടെ വന്നവർ സദസ്സിലുണ്ട്. അവരും ഇതേപോലെ സ്പർശം എന്ന് പറയുന്ന പാലിയേറ്റീവ് സംരംഭം നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിനിധികളെ നമ്മളിവിടെ വിളിച്ചു വരുത്തി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരികയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അവരുമായിട്ട് അത്താണി സഹകരിക്കുന്നുണ്ട്, അവർക്ക് അത്താണി സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്, അവരിൽ നിന്നും പലതും പഠിക്കുന്നുണ്ട്. ഏതായാലും എൻ്റെ സ്വാഗത പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏറ്റവും നമ്മുടെ ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു സ്ഥാപനമാണ് CH സെൻ്ററുകൾ. കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെയുള്ള CH സെൻ്ററുകൾ വളരെയേറെ പ്രശസ്തമാണ്. തിരൂർ CH സെൻ്ററിൻ്റെ ചെയർമാൻ ഡോക്ടർ C. അൻവർ അമീൻ സാഹിബിനെയാണ് നമ്മളിതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് വിദേശത്തേക്ക് ഇന്ന് പോവേണ്ടി വന്നതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡൻറ്റ് തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ സാഹിബാണ്. അദ്ദേഹവും ഈ മേഖലയിൽ ഇപ്പോൾ IMBയുടെ പുതിയ ഒരു യൂണിറ്റ്, പുതിയൊരു സംരംഭം പുത്തനത്താണിയിൽ ആരംഭിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം വഹിക്കുന്ന ഈ ജീവകാരുണ്യ രംഗത്ത് അങ്ങേയറ്റം തൽപരനായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഷറഫുദ്ദീൻ സാഹിബാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ വേറെയും ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ട്. പിന്നെ കോയമാഷുണ്ട്, സൈദൽ വിയാജുണ്ട്, നമ്മുടെ ഗഫൂർ സാഹിബുണ്ട്, അതുപോലെ ഒരുപാട് പ്രതിനിധി നമ്മുടെ അത്താണിയുടെ ഏഴൂർ മുത്തൂർ ചാപ്റ്റർ, ഏഴൂരിലേക്കും മുത്തൂരിലേക്കും തിരൂരിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ നെടും തൂണായിട്ടുള്ള നൂറുദ്ദീൻ സാഹിബുണ്ട്, ഷംസുദ്ദീൻ സാഹിബുണ്ട്. എല്ലാവരെയും പിന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പ മാഷ് ഇങ്ങോട്ട് വന്നിരുന്നു, KNM ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞിപ്പ മാഷുണ്ട്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫാബി ഉണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ അധ്യക്ഷത വഹിക്കാൻ അത്താണിയുടെ ജനറൽ കൺവീനർ, അത്താണിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ കൃത്യമായ നേതൃത്വം നൽകുന്ന കക്കുഴിയിൽ ഉസ്മാൻ സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.